വിദ്യാർത്ഥി 4ാം ക്ലാസ് കൈപ്പുസ്തകത്തിൽ ഗുരുതര പിഴവുണ്ടായിരിക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യ വിട്ടത് ബ്രിട്ടനെ ഭയന്നാണെന്ന് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അധ്യാപകർക്ക് നിർദ്ദേശം നൽകുന്ന ECERT കൈപ്പുസ്തകത്തിലാണ് ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചത്. ഹാൻസ് ജോൺ കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നമുക്കൊപ്പം ചേരുകയാണ്. ഹാൻസ്, വളരെ ഗുരുതരമായിട്ടുള്ള ചരിത്ര വസ്തുതയെ മാറ്റിമറിക്കുന്ന ഒരു പിഴവാണ്. എങ്ങനെയാണ് സംഭവിച്ചത്? ECERT എന്ത് വിശദീകരണമാണ് നൽകുന്നത്? അത് തിരുത്താൻ നടപടിയുണ്ടോ? ബിനിൽ, ഇതിനു മുൻപും നമ്മൾ ഇത്തരത്തിൽ പാഠപുസ്തകങ്ങളിൽ തെറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും അത് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പാഠപുസ്തകത്തിലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇത് അധ്യാപകർക്ക് നൽകുന്ന പാഠപുസ്തകത്തിൽ ഇത്തരത്തിൽ ഗുരുതര പിഴവ് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുസ്തകം ഈ ടീച്ചർമാർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ്. 4ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പരിസര പഠനം, സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകേണ്ട അറിവിനെ അധ്യാപകർക്ക് നൽകുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഇതിൻ്റെ 1ാം ഭാഗത്തിൽ ഇന്ത്യ എൻ്റെ രാജ്യം എന്ന ഭാഗത്ത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കി കൊടുക്കാനായി വിവരണം നൽകുന്ന ഒരു ഭാഗമാണ്. ഈ ഭാഗത്താണ് ഇത്തരത്തിലൊരു ഗുരുതര പിഴവ് ECERTയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ബ്രിട്ടീഷ് ഭരണകൂടത്തെ ഭയന്ന് അദ്ദേഹം ജർമ്മനിയിലേക്ക് പലായനം ചെയ്തു എന്ന ഗുരുതര പിഴവാണ് ECERTയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ വിഷയം നമ്മളിപ്പോൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ECERT ഡയറക്ടറോട് നമ്മൾ സംസാരിച്ചു. ഇത് ഗുരുതര പിഴവാണെന്ന് അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ വേണ്ട വിധത്തിലുള്ള മാറ്റാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പിന്നിൽ ശരി, മാറ്റങ്ങൾ ഉടൻ വരുത്തുമെന്നുള്ളതാണ് ECERT ഡയറക്ടർ തന്നെ ന്യൂസ് മലയാളത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പിഴവാണ് അധ്യാപകർക്ക് നൽകുന്ന കൈപ്പുസ്തകത്തിൽ ECERT വരുത്തിയിരിക്കുന്നത്. ഹാൻസ് ജോൺ ആണ് വിവരങ്ങൾ നൽകിയത്.